ഭൂമിയിലെ ആദ്യത്തെ AI മനുഷ്യക്കുഞ്ഞ് മെക്സിക്കോയിൽ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി നശിച്ചു പോയ ഡയർ വൂൾഫുകളെ നമ്മൾ മനുഷ്യർ ഭൂമിയിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവന്നിരിക്കുന്നു. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നുന്നില്ലേ? ഇത്തരത്തിൽ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശാസ്ത്ര ലോകത്ത് നടക്കുന്ന ചില പുതിയ കാര്യങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് സുപ്രധാനമായിട്ടുള്ള വാർത്തകളാണ് ശാസ്ത്ര ലോകത്ത് നിന്ന് ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമതായിട്ട് വരുന്നത് AI ബേബി ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ AI അസിസ്റ്റഡ് ബേബി ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാടധികം സംശയങ്ങൾ വരും അല്ലേ? എങ്ങനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു കുഞ്ഞിന് ജന്മം നൽകിയത്, അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിൽ എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പങ്ക്? ഇനി ഒരുപക്ഷെ അതിനും അപ്പുറത്തേക്ക് AI ആണോ ഈ ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ചത്? അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം ഡൗട്ടുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊക്കെ തന്നെ വിശദമായ രീതിയിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. രണ്ടാമത്തെ സുപ്രധാനമായിട്ടുള്ള വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് 10,000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഭൂമിയിൽ നിന്ന് വംശനാശം സംഭവിച്ച് എന്നേക്കുമായി നശിച്ചു പോയിട്ടുണ്ടായിരുന്ന ഡയർ വോൾഫുകളെ മനുഷ്യർ തിരികെ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട 3 വോൾഫ്സുകൾ നമ്മുടെ ഈ ഒരു ലോകത്ത് നിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാടധികം കാര്യങ്ങൾ അവർ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ ഡയർ വോൾഫ് എന്ന് പറയുന്നത് ഏറെക്കുറെ 6 അടിയോളം ഉയരം വരുന്ന ജീവിയാണ്. അതായത് ഞാൻ ഏറെക്കുറെ 6 അടിയാണ് ഹൈറ്റ് വരുന്നത്. അപ്പോൾ എൻ്റെ ഒക്കെ അത്ര ഉയരം വരുന്ന രീതിയിലുള്ള വലിയ ഭീമാകാരനായിട്ടുള്ള ചെന്നായയാണ് ഈ ഡയർ വോൾഫ് എന്ന് പറയുന്നത്. വിശദമായ രീതിയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. എന്തൊക്കെയായാലും നമ്മളെ ഒന്നാമത്തെ വിഷയമായിട്ടുള്ള AI ബേബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബേബി എന്ന രീതിയിലാണ് വലിയ തോതിൽ തന്നെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ക്ലിക്ക് ബൈറ്റ് എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും അതിനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായ രീതിയിൽ എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നേരെ മെക്സിക്കോയിലെ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മെക്സിക്കോയിലാണ് ഇത്തരം ഒരു കാര്യം അരങ്ങേറിയിട്ടുള്ളത്. അവിടെയുള്ള ഹോപ്പ് ക്ലിനിക് എന്ന് പറയുന്ന ഹോപ്പ് IVF ക്ലിനിക് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അരങ്ങേറിയിട്ടുള്ളത്. ഈ IVF എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ തന്നെയായാലും ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമ്മുടെ നാടുകളിലും വലിയ തോതിൽ തന്നെ IVFുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഒരു ചർച്ചാ വിഷയമായിട്ട് പോലും അത് മാറി വരുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ IVF ട്രീറ്റ്മെൻറ്റിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. ഈ IVF എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് അതിൻ്റെ ഒരു പൂർണ്ണ രൂപം വരുന്നത്. 1978 ആദ്യമായിട്ട് ലോകത്തൊരു IVF ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്, അതിലൂടെ ഒരു കുട്ടി ജനിക്കുന്നത്. അപ്പം IVFനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ രീതിയിൽ തന്നെ ഫെർട്ടിലൈസേഷൻ സംഭവിക്കാത്ത, അല്ലെങ്കിൽ ഗർഭം ധരിക്കാൻ കഴിയാത്ത ആളുകളുടെ കാര്യത്തിൽ, കപ്പിൾസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അച്ഛനിൽ നിന്നുള്ള ബീജവും അതുപോലെ തന്നെ അമ്മയിൽ നിന്നുള്ള അണ്ടവും, അതായത് സ്പേമും എഗ്ഗും എടുത്തുകൊണ്ട് പുറത്ത് ലാബിൽ വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടെ ഈ ഒരു എഗ്ഗിനകത്തേക്ക് ഈ സ്പേം ഇഞ്ചെക്ട് ചെയ്യുന്ന രീതി, അതിനുശേഷം അതിനെ ഫെർട്ടിലൈസ് ചെയ്തിട്ട് അമ്മയുടെ ഉദരത്തിലേക്ക് തന്നെ തിരിച്ചു വെക്കുന്ന ഒരു രീതിയാണ് ആക്ച്വലി ഈ ഒരു IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതായത് നോർമലി നടക്കേണ്ട പ്രോസസ്സിനെ മനുഷ്യരുടെ സഹായത്തോടു കൂടെ ഒരു ലാബിൽ വെച്ചുകൊണ്ട് ചെയ്യുന്നു എന്നതാണ് അവിടെ അരങ്ങേറുന്ന യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പ്രവൃത്തികൾ. ഇവിടെയൊക്കെ തന്നെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെയേറെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നത്. തീർച്ചയായിട്ടും മനുഷ്യൻ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നൊരു കാര്യം കൊണ്ട് തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഫെയിലിയേഴ്സ് അവിടെ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ടൊക്കെ തന്നെയും ഈ കുട്ടികളില്ലാത്ത ആളുകൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ പോലും പലപ്പോഴും അവിടെ വലിയ തോതിൽ തന്നെയുള്ള ഫെയിലിയർ റേറ്റ് നമുക്ക് ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ആകെ മൊത്തം സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഏറെക്കുറെ 35% മാത്രമാണ്. സോ ഒരുപാടധികം ആളുകൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ വലിയൊരു വിഭാഗത്തിന് അതിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗർഭധാരണം നടക്കാതെ പോകുന്നുണ്ട്. വലിയ തോതിൽ തന്നെ ഫെയിലിയറിലേക്ക് അവരൊക്കെ തന്നെയും എത്തിച്ചേരുന്നുണ്ട്. എങ്കിൽ കൂടിയും ആകെ മൊത്തം വേൾഡിലെ കണക്കുകളെടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ 1978 ആരംഭിച്ചിട്ട് ഇന്നത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ലോകത്താകമാനം ഏറെക്കുറെ 12 മില്യണിലധികം IVFിലൂടെ ജനിച്ച ആളുകളുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ വർഷവും 2 മുതൽ 3 മില്യൺ കുഞ്ഞുങ്ങൾ ഈ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അതിലൂടെ ജനനം കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അപ്പം വലിയ തോതിൽ തന്നെ ഗ്ലോബലി ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതെന്ന കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇന്ത്യയിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ടാണ്, അതായത് ലാസ്റ്റ് ഒരു പതിറ്റാണ്ടിലായിട്ടാണ് വലിയ തോതിൽ ആളുകൾ IVFനെ അംഗീകരിക്കുന്നതും അതിലേക്ക് കൂടുതലായിട്ട് കടന്നു വരികയൊക്കെ ചെയ്യുന്നത്. ഇവിടെ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പോലും അതിൽ വലിയ തോതിൽ തന്നെ ഫെയിലിയർ റേറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ എങ്ങനെ മറികടക്കാം, പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്
സയൻസിൻ്റെ ഒക്കെ സഹായം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഈ ഒരു കാര്യത്തിൽ നല്ല സക്സസ് റേറ്റ് കൊണ്ടുവരാം എന്ന ചിന്തയിൽ നിന്നാണ് കൺസ്യൂമബിൾ ലൈഫ് സയൻസ് എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് ഉദയം കൊള്ളുന്നത്. പിന്നീട് അവർ അതിന് വേണ്ടിയിട്ടുള്ള വ്യത്യസ്ത രീതിയിലുള്ള പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ടേക്ക് പോവുകയുണ്ടായി. അപ്പം ഇത്തരത്തിൽ തന്നെ 40 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ വ്യത്യസ്ത തവണകളിലായിട്ട് അവർ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കൂടെ അവർക്ക് ഫെയിലിയേഴ്സ് ആയിരുന്നു. അവരെത്രയൊക്കെ ട്രൈ ചെയ്തിട്ടും അവർക്ക് ഗർഭധാരണം നടക്കുന്നുണ്ടായില്ല. അങ്ങനെയുള്ളൊരു സ്ത്രീയിലാണ് ഈ ഒരു കൺസ്യൂമബിൾ ലൈഫ് സയൻസ് എന്ന് പറയുന്ന കമ്പനി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ സഹായത്തോടു കൂടെ ഒരു പ്രോപ്പറായിട്ടുള്ള IVF ട്രീറ്റ്മെൻറ്റ് തന്നെ നടത്തിയിട്ടുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണ് ഇവർ ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സാധാരണഗതിയിൽ ഡോക്ടേഴ്സ്, വളരെയധികം എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഈ സ്പേമിനെ ചൂസ് ചെയ്യുന്നത്. അതായത് ഏറ്റവും അധികം ആക്റ്റീവ് ആയിട്ടുള്ള സ്പേമുകളൊക്കെ തന്നെയും ഡോക്ടേഴ്സ് അവരുടെ ഇഷ്ടാനിഷ്ടം തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഈ ഒരു എഗ്ഗിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നതൊക്കെ, സിറിഞ്ചൊക്കെ ഉപയോഗിച്ചിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതൊക്കെ. ഇവിടെ മനുഷ്യർ കൈകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തി എന്നുള്ള രീതിയിലൊക്കെ വരുന്നതുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും ഹ്യൂമൻ എറേഴ്സ് വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. എന്നാൽ ഈ കൺസ്യൂമബിൾ ലൈഫ് സയൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവർ ആദ്യം തന്നെ ചെയ്തൊരു പ്രവൃത്തി ഒരുപാടധികം സ്പേമുകളെ AI സഹായത്തോടു കൂടെ കൃത്യമായ രീതിയിൽ നിരീക്ഷിക്കുകയും അതിനെ പഠിക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും നല്ലൊരു സ്പേമിനെ തിരഞ്ഞെടുക്കുക എന്നൊരു കാര്യമാണ്. അതായത് നമ്മുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സ്പേം എന്ന രീതിയിലാണ് നമ്മളൊക്കെ തന്നെ ജനനം കൊണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ നോർമൽ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഈ ഒരു സ്പേമിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ട് മനുഷ്യൻ നിർമ്മിച്ചെടുത്തിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഈ ഒരു കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള സ്പേമിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം റോബോട്ടിക് ആംസിൻ്റെ സഹായത്തോടു കൂടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ ആ ഒരു സ്പേമിനെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മനുഷ്യർ അത്യാവശ്യം സമയമെടുത്ത് ചെയ്യേണ്ട ഈ ഒരു പ്രവൃത്തി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ട് ആംസിൻ്റെ ഒക്കെ സഹായത്തോടു കൂടെ വെറും 9 മിനിറ്റുകൾക്കുള്ളിൽ ചെയ്തു തീർത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആകെ മൊത്തം 5 ഫ്യൂസിംഗ് ആണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ 4 എണ്ണവും ഫെർട്ടിലൈസ് ആകുന്ന കാഴ്ചയാണ് പിന്നീട് കാണാൻ സാധിച്ചത്. അതായത് അത്രയും നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലുള്ള സ്പേമിനെ തന്നെയാണ് ഈ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് എന്ന് വേണമെങ്കിൽ ഇതിനോട് നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പിന്നീട് ഏറ്റവും മികച്ചതായിട്ടുള്ള ഒന്നിനെയാണ് ആ 40 വയസ്സുകാരിയുടെ ഉദരത്തിലേക്ക് വീണ്ടും ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അത് പിന്നീട് വളർന്നു വലുതായി ഈ കഴിഞ്ഞ മാസത്തിലായിട്ട് അവരൊരു ആൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ലോകത്തിലെ ആദ്യത്തെ AI അസിസ്റ്റഡ് ബേബി അല്ലെങ്കിൽ AI ബേബി ജനനം കൊള്ളുന്നത്. പൂർണ്ണമായിട്ടും അവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഇവിടെ സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 35% മാത്രം സക്സസ് റേറ്റ് ഉണ്ടായിരുന്ന IVFൻ്റെ സക്സസ് റേറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെയും അതുപോലെ തന്നെ ഇത്തരത്തിൽ റോബോട്ടിക് ആംസിനെയൊക്കെ ഉപയോഗിക്കുക വഴി വലിയ തോതിൽ തന്നെ ഉയർത്താനായിട്ട് ഏറെക്കുറെ 50% മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ഒരു കമ്പനിക്ക് ഇത്തരം ഒരു പരീക്ഷണം നടത്തിയതിലൂടെ വിജയകരമായ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് കുഞ്ഞുങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ IVF ട്രീറ്റ്മെൻറ്റ് പോലും ചെയ്തിട്ട് അതിലും കാര്യമായിട്ടുള്ള രീതിയിലുള്ള സക്സസ് ഒന്നും ലഭിക്കാതിരുന്ന ആളുകൾക്ക് പോലും വലിയൊരു പ്രതീക്ഷയാണ് ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഈ ഒരു മേഖലയിൽ ഉപയോഗിച്ചു, അതിലൂടെ ഒരു കുഞ്ഞ് ജനിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ലഭിക്കുന്നത്. നമുക്കറിയാം, കുട്ടികളില്ലാത്ത ആളുകൾക്ക് അതിൻ്റെ വേദന മനസ്സിലാവുകയുള്ളൂ. ഒരുപാടധികം പ്രശ്നങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകുന്ന ഒരുപാടധികം ആളുകൾ നമ്മുടെ ഈ ലോകത്തുണ്ട്. അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വലിയ തോതിൽ തന്നെ അവർക്കൊക്കെ ആശ്വാസം പകരുന്ന, പ്രതീക്ഷകൾ കൂടുതലായിട്ട് നൽകുന്ന ഒരു കാര്യമായിട്ട് മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, ഒരു കുട്ടിയിൽ വ്യത്യസ്ത രീതിയിലുള്ള ജനറ്റിക്കൽ എഡിറ്റിങ്സ് പോലും വരുത്താൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ശാസ്ത്രം എത്തിച്ചേരുന്ന ഒരു കാലം തീർച്ചയായിട്ടും വരുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ ഭാവിയിൽ നടക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം, പൂർണ്ണമായിട്ടും ലാബിൽ വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു കുഞ്ഞിനെ ഇത്തരത്തിൽ ഫെർട്ടിലൈസ് ചെയ്തിട്ടുള്ള ഈ ഒരു എഗ്ഗിനെ പൂർണ്ണമായിട്ടും വളർത്തിയെടുക്കുന്ന ഒരു രീതി വരാനുള്ള സാധ്യതകളുണ്ട്. അതായത് ആരും കുഞ്ഞിനെ ഗർഭം ധരിക്കേണ്ട ആവശ്യമില്ല എന്നൊരു രീതിയിലേക്ക് ലോകം എത്തിച്ചേരാനുള്ള സാധ്യതകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ ഹോട്ട് ന്യൂസിലേക്ക് കടക്കാം. 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി നശിച്ചു പോയിട്ടുണ്ടായിരുന്ന ഫുഡ് ചെയിനിലൊക്കെ തന്നെയും ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ഒരു ജീവി വിഭാഗമാണ് ഡെയർ വോൾഫ്സ് എന്ന് പറയുന്നത്. ഈ 10,000 വർഷങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലുതാണ്. ഈ മോഡേൺ ഹ്യൂമൻസ് ഒക്കെ ജീവിക്കാൻ ആരംഭിച്ചിട്ട് ഏറെക്കുറെ 5000-ഓളം വർഷമായിട്ടുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് 2025
അങ്ങനെയൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ 10,000 വർഷം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പേ ജീവിച്ചിട്ടുണ്ടായിരുന്ന, ഭൂമിയെ പല ഭാഗങ്ങളിലെയും അടക്കി ഭരിച്ചിട്ടുണ്ടായിരുന്ന, വലിയ തോതിൽ തന്നെ വേട്ടയാടലുകൾ നടത്തിയിട്ടുണ്ടായിരുന്ന ഭീമാകാരനായിട്ടുള്ള ജീവിയാണ് ഈ ഡെയർ വോൾഫ്. അതിനെയാണ് നമ്മൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എങ്ങനെ ഒരു കാര്യം ചെയ്തു എന്നതിനെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് പോയി ഉയർന്നു വരുന്നുണ്ടാവും. വിശദമായ രീതിയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. കൊളോസൽ ബയോസയൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത്തരം ഒരു പ്രവൃത്തിയുടെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. വിജയകരമായ രീതിയിൽ 3 ചെന്നായ്ക്കളെ അവർക്ക് ഇതിലൂടെ നിർമ്മിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്തു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇവർ ആദ്യം തന്നെ ചെയ്തൊരു പ്രവൃത്തി നമ്മുടെ നോർമലായിട്ട് നമ്മുടെ ലോകത്ത് ഇന്ന് കാണാൻ സാധിക്കുന്ന ഗ്രേ വോൾഫുകളെയും അതുപോലെ തന്നെ ഡെയർ വോൾഫുകളെയും താരതമ്യം ചെയ്തുകൊണ്ട് വിശദമായ രീതിയിലുള്ളൊരു പഠനം നടത്തുക എന്നൊരു കാര്യമാണ്. അപ്പം ഈ ഒരു പഠനത്തിന് വേണ്ടി, ഈ ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് ഇവരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ തന്നെയാണ് വലിയ തോതിൽ തന്നെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, 10,000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് നശിച്ചു പോയിട്ടുള്ള ഈ ഡെയർ വോൾഫുകളുടെ DNA എവിടുന്ന് ഇവർക്ക് കിട്ടി, എങ്ങനെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തത് എന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത്, DNA-ക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഏറെക്കുറെ 72,000 വർഷം പഴക്കമുള്ള ഡെയർ വോൾഫിൻ്റെ ഒരു സ്കള്ള് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 13,000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിട്ടുണ്ടായിരുന്ന 13,000 വർഷം പഴക്കമുള്ള ഒരു ഡെയർ വോൾഫിൻ്റെ പല്ലിൽ നിന്നുള്ള DNA ഒക്കെ എടുത്തിട്ടാണ് വിശദമായ രീതിയിൽ തന്നെ ഡെയർ വോൾഫ് DNA-യും ഈ നോർമൽ ഗ്രേ വോൾഫ് DNA-യും തമ്മിലുള്ള താരതമ്യ പഠനങ്ങൾക്ക് ഇവർ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഇവർ ചെയ്തൊരു കാര്യം ജീൻ എഡിറ്റിംഗ് ആണ്. നോർമലായിട്ടുള്ള ചെന്നായ്ക്കളുടെ അല്ലെങ്കിൽ ഗ്രേ വോൾഫുകളുടെ ജീനിൽ ഏറെക്കുറെ 14ഓളം ജീനുകളിൽ പൂർണ്ണമായിട്ടും ഇവർ എഡിറ്റ് ചെയ്യുകയുണ്ടായി. അതിൻ്റെ ഉയരം, അതുപോലെ തന്നെ അതിൻ്റെ ബോൺ സ്ട്രക്ചർ, അതിൻ്റെ ഫർ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും ജീൻ എഡിറ്റിങ്ങിലൂടെ വ്യത്യസ്ത രീതിയിലുള്ള മാറ്റങ്ങൾ ഇവർ കൊണ്ടുവരികയാണ്. പിന്നീട് ഇത്തരത്തിൽ എഡിറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ടുള്ള ഫെർട്ടിലൈസ് ആയിട്ടുള്ള എഗ്ഗിന് നോർമലായിട്ടുള്ള നായകളുടെ ഉദരത്തിലാണ് ഇവർ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് 10,000 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഡെയർ വോൾഫുകളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കൊളോസൽ ബയോസയൻസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിക്ക് സാധ്യമായിട്ടുള്ളത്. കൂടുതലായിട്ട് നമ്മൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ ഒരു വർഷമല്ല, കഴിഞ്ഞ വർഷം 2024 ഒക്ടോബറിൻ്റെ തുടക്കത്തിലാണ് 2 ഡെയർ വോൾഫുകൾ ആദ്യമായിട്ട് ജനിച്ചിട്ടുള്ളത് എന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങളൊക്കെ തന്നെയും ഇവർ പുറം ലോകത്തോട് മറച്ചു വെക്കുകയായിരുന്നു. ഈ ഒരു കാര്യം സംഭവിച്ച് മാസങ്ങൾക്കിപ്പുറം ഈ ഒരു വർഷത്തിലും ഇതുപോലെ മറ്റൊരു ഡെയർ വോൾഫ് കുഞ്ഞുകൂടെ, ഒരു പെൺകുഞ്ഞുകൂടെ ജനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിലവിലിപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 10,000 വർഷങ്ങൾക്ക് ശേഷം 3 ഡെയർ വോൾഫുകൾ വീണ്ടും നമ്മുടെ ഈ ഒരു ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറെക്കുറെ 2,000 ഏക്കറോളം വിസ്തൃതിയുള്ള വലിയൊരു സീക്രട്ട് സ്പേസിലാണ് ഇവരെ ഇപ്പോൾ താമസിപ്പിച്ചിട്ടുള്ളത് എന്ന രീതിയിലാണ് ഈ കമ്പനി ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളൊക്കെ തന്നെയും നൽകിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവയ്ക്കൊക്കെ തന്നെയും പേര് കൂടെ ഇവിടെ നൽകിയിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഡെയർ വോൾഫിൻ്റെ പേര് റൊംലസ്, രണ്ടാമത്തേത് റെമസ്, മൂന്നാമത്തേത് കലീസി. മൂന്നാമത്തേത് പെണ്ണാണ്, ബാക്കി 2 ആണാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഡെയർ വോൾഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും വരുന്നത്. പക്ഷേ ചില ആളുകളൊക്കെ അഭിപ്രായപ്പെടുന്നത് ഇവർ ചെയ്തിട്ടുള്ളൊരു കാര്യം നോർമലായിട്ടുള്ള ഗ്രേ വോൾഫുകളുടെ ജെനറ്റിക്സിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയൊരു മോഡിഫൈഡ് വേർഷനെ സൃഷ്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതല്ലാണ്ട് പഴയ ഡെയർ വോൾഫുകളെ തിരിച്ചു കൊണ്ടുവരുന്നു എന്നൊരു കാര്യം ഇതുമായിട്ട് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പറയുന്നത് ഇവർ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തുവെങ്കിലും മനുഷ്യരും ചിമ്പാൻസിയുമുള്ള വ്യത്യാസങ്ങൾ പോലെ വലിയ തോതിലുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഇവർ ഈ പുതുതായി നിർമ്മിച്ചെടുത്തിട്ടുള്ള ഡെയർ വോൾഫുകൾക്കും പഴയ ഡെയർ വോൾഫുകൾക്കും ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ തന്നെയായാലും കമ്പനി വിശദീകരിക്കുന്നത് വൈകാതെ തന്നെ ഇവ ഏറെക്കുറെ 6 അടിയോളം ഉയരം വെക്കും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് പഴയ ഡെയർ വോൾഫുകളെ പോലെ തന്നെ ഇവ മാറി വരും എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പിയാണ്. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ജെനറ്റിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബയോളജിക്കൽ അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ തന്നെയും നമ്മുടെ മുന്നിൽ തുറന്നു വെക്കപ്പെടുന്ന ഒരുപാടധികം പുതിയ വാതായനങ്ങളുണ്ട് അല്ലേ. നമുക്കൊക്കെ പല ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഭാവി എന്താകുമെന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് പോകാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാടധികം ആളുകൾക്ക് ഇത്തരത്തിലുള്ള പല പുതിയ കണ്ടുപിടുത്തങ്ങളും വലിയ പ്രതീക്ഷകളും വലിയ സമാധാനവും ഒക്കെയാണ് സമ്മാനിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും, ഏതൊരു നാണയത്തിനും 2 വശമുണ്ടെന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വ്യത്യസ്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതും കൃത്യമായ രീതിയിൽ നമുക്ക് കാണാം. ഇവിടെ എന്നെ പേഴ്സണലി ഏറ്റവും അധികം ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ വലിയ തോതിൽ തന്നെ ഞാൻ ക്യൂരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യർ ഒരുപാടധികം സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പല പ്രവൃത്തികളെയും വളരെയധികം പെട്ടെന്നാക്കി മാറ്റുകയാണ്.
അതിനിപ്പോൾ നല്ലൊരു സ്പേമിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതെല്ലാം ഈ ഒരു ഡെയർ വോൾഫുകളെയും ഗ്രേ വോൾഫുകളെയും അതിൻ്റെ DNA തമ്മിൽ താരതമ്യം ചെയ്യുന്ന കാര്യത്തിലാണ്. അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാത്തിലും മനുഷ്യർ ചെയ്യുന്നതിനേക്കാൾ വേഗതയിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനും അതിലൂടെ പുതിയ പുതിയ കാൽവെപ്പുകൾ നടത്താനും ശാസ്ത്രലോകത്ത് പുതിയ പുതിയ കുതിച്ചുചാട്ടങ്ങൾ കൊണ്ടുവരാനൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കുന്നുണ്ട്. സോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഈ ഒരു രീതിയിൽ അതിൻ്റെ ഒരു ഗ്രോത്ത് സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ ലോകത്ത് അരങ്ങേറുമെന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട, നമ്മുടെ ജോലികളിലും ആവശ്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിച്ചിരിക്കാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു മേഖലയിലേക്ക് കൂടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങൾ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പം അതിൽ വ്യത്യസ്ത സോഴ്സുകളിൽ നിന്നൊക്കെ തന്നെയും നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാം. അതുപോലെ തന്നെ നമ്മളും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു AI മാസ്റ്റർ ക്ലാസ് എന്ന പേരിൽ ഒരു ബേസിക് കോഴ്സ് നമ്മളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊരു AI ടൂളും അതിൻ്റെ മാക്സിമം പൊട്ടൻഷ്യൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾ വ്യക്തമായ രീതിയിൽ റിയൽ ലൈഫ് എക്സാമ്പിൾസ് സഹിതം നമ്മൾ കാണിച്ചു തരുന്ന രീതിയിലാണ് നമ്മുടെ ആ ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിൽ ആവശ്യമായിട്ടുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഫോമാണ്. അപ്പോൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നൽകി കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാടധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറിവുകൾ സമ്മാനിച്ച നല്ലൊരു വീഡിയോ ആയി മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ജനറ്റിക്കൽ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾ പൂർണ്ണമായിട്ടും അതിനുവേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ബൈ.